സിത്തുമണിയെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് എന്റെ ടോണൽ ക്വാളിറ്റിയുടെ ഒരു സ്ട്രെങ്സും വീക്ക്നെസ്സസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ ഫ്ലോറിൽ അറിയാവുന്നത് സിത്താര ചേച്ചിക്കായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കാറെന്നല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അവിടെ സിത്താര ചേച്ചിക്കായിരുന്നു. അപ്പൊ ചേച്ചി ഇങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എനിക്കിങ്ങനെ വോക്കൽ എക്സസൈസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരും ആ ഒരു പ്രോബ്ലം കൺഫ്രണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും ചെസ്റ്റിൽ നിന്ന് പാടുന്ന ആളാണ്. യൂഷ്വലി ഫീമെയിൽ വോയിസസ് എസ്പെഷ്യലി കോമ്പറ്റീഷന് കാണുമ്പോൾ കൂടുതലും ഹെഡ് വോയിസിൽ പാടുന്ന ആൾക്കാരാണ്, ഞാൻ ചെസ്റ്റ് വോയിസ് പാടുന്നത്. അപ്പം അതിൽ പാടി ഒരു ഡ്രോബാക്സ് ഉണ്ട്. നമുക്ക് കുറേ പാടുമ്പോൾ നമുക്കത് സ്ട്രെയിൻ ആവുന്ന പ്രശ്നമുണ്ട്. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടോൺ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യണ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്ന ഒരാൾ സിത്താര ചേച്ചിയായിരുന്നു. ഷി വാസ് വെരി എംപത്തറ്റിക് അബൌട്ട് ഇറ്റ്. അപ്പം എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാൾ സിത്താര ചേച്ചിയാണ്. സോ ചേച്ചിയോട് ഒരു വലിയ താങ്ക്സ് പറയണം. നിങ്ങളൊക്കെ മിസ് ചെയ്യില്ലേ? അല്ല, എനിക്ക് ചേച്ചിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കമന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ ആൾക്ക് വിഷമം തോന്നാത്ത രീതിയിൽ ചേച്ചിക്ക് അത് പറഞ്ഞു തരാറ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ തന്നെ ആ കുറ്റം നമുക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, ഇപ്പൊ ചിലവർ പറയുമ്പോൾ നമുക്ക് വിഷമം വരാമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ ആ ഒരു ഇതില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നാത്ത രീതിയിൽ നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. ശരിക്കും ശങ്കര പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്പേസിൽ ഇങ്ങനെ താഴെ പോയിട്ട് പിന്നെ നമ്മൾ സ്വയം കൗൺസിൽ ചെയ്ത് മുകളിലേക്ക് വരണം. പിന്നെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പം എങ്ങനെയാ ആ സമയത്തൊക്കെ എന്തായിരുന്നു മെന്റേഴ്സ് ആ സമയത്ത് പറഞ്ഞത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് സ്വയം അത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്? നമ്മൾ ഫ്ലോറിൽ പാടുമ്പോഴേ നമ്മൾ ഇന്നേഴ്സ് യൂസ് ചെയ്യും. നമ്മുടെ ക്ലാരിറ്റിയിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലോറിൽ ഇന്നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പാടുന്നതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ വരുന്ന ഓരോ പൊട്ടലും ചീറ്റലും വരെ നമുക്ക് വളരെ നമ്മൾ ലൈവ് മറ്റേ ഓഡിയൻസിന് മുമ്പ് പറഞ്ഞ പോലെ അല്ല. അപ്പൊ നമ്മൾ പൊതുവെ ഒരു ഇന്നിയറെ വെക്കാറുള്ളൂ. അന്ന് ഞാൻ 2 ഇന്നിയറും വെച്ച്, ഞാൻ പൊതുവെ കംഫർട്ടബിൾ അല്ല 2 എണ്ണം നമ്മുടെ ഫ്ലോറിൽ വെച്ച് പാടാൻ. അപ്പോൾ അന്ന് ഞാൻ 2 എണ്ണം വെച്ച് പാടി. അപ്പോൾ 2 എണ്ണം വെച്ചപ്പോൾ കൊടുക്കുന്ന പ്രഷറിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കിന് ചെറിയൊരു പ്രോബ്ലം വന്നു. അപ്പോൾ മോളി പാടിയപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോയി, സംഭവം പാടി. അപ്പോൾ അതാണ് അന്ന് പറ്റിയത്. അത് അന്ന് പക്ഷെ എന്തോ എല്ലാവരും വിചാരിച്ചു എൻ്റെ തൊണ്ട പ്രശ്നമായിരുന്നു. പക്ഷെ അതല്ലായിരുന്നു സത്യത്തിൽ പ്രശ്നം. ഞാൻ അക്ബർക്കായിട്ട് നമ്മുടെ മെന്റേഴ്സൊക്കെ ആയിട്ട് പറഞ്ഞ ജഡ്ജസിനും കാര്യം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര എന്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. തൊണ്ടയുടെ പ്രശ്നമല്ല, ഇങ്ങനെ ഒരു ടെക്നിക്കിന്റെ ഒരു ഫോൾട്ട് പറ്റിയതാണ് എന്ന് മനസ്സിലാക്കിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് എന്തായാലും അടുത്ത പാട്ടില് ആ സാധനം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച ഒരു ഹൈ പിച്ച് സാധനം പാടി. പള്ളിക്കെട്ട് നമുക്ക് മരുതമലയിൽ പിന്നെ പാടാം. പള്ളിക്കെട്ട് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തെ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, അയ്യപ്പന്മാர்களுം കൂടിക്കൊണ്ട് ஐயனாடி சென்றிடுவார், சபரிமலைக்கு சென்றிடுவார். சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சரணம் சரணம் ஐயப்பா, சுவாமி சரணம் ஐயப்பா, 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 சரணம் ஐயப்பா, சரணம் ஐயப்பா, சரணம் சரணம் ஐயப்பா, ஐயப்பா, சரணம் சரணம் ஐயப்பா, சுவாமி சரணம் ஐயப்பா. ബൽറാം മറന്നോ പൂമകളെ പാടുന്ന സമയത്ത് ഈ അതേപോലെ പാടുക എന്ന് പറയില്ലേ, അതേ ശബ്ദവും അതേ രീതിയിൽ അത് അതേപോലെ തന്നെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലുണ്ട്. അതേ ഇമോഷനിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇത് അടിപൊളിയായിരുന്നു. പക്ഷെ ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പി ചുംബനം കൊള്ളാൻ ഒരുങ്ങി, ഓഫ്
അതായത് അർജുൻ മാസ്റ്ററുടെ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും ആദ്യം ശ്രദ്ധിച്ച ഇങ്ങനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള പാട്ടുകളിലൊന്നാണ്. അതൊന്ന് പാടൂ ചെമ്പകപ്പൈ. പാടാം. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, ചുംബനം കൊള്ളാനൊരുങ്ങി. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. ഈ ചെമ്പക എന്ന് പാടുന്ന സ്ഥലം നമ്മൾ ഒരുപാട് വട്ടം ഇങ്ങനെ ആവർത്തിച്ച് നോക്കും, അതെങ്ങനെ ആ പിച്ചിൽ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ ബാത്റൂം സിംഗേഴ്സിന് ഒരിക്കലും പറ്റില്ല കേട്ടോ. നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള സിംഗേഴ്സിന് ഇത് പറ്റുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീമാരൻ തമ്പി സാറിൻ്റെ വരികൾ. ഇങ്ങനെ ആ പാട്ട് എന്താണോ അതിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ചുംബനം കൊള്ളാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരും. അടിപൊളി. പിന്നെ ഇടയ്ക്ക് പോപ്പുലർ സിംഗർ, പോപ്പുലാരിറ്റിക്ക് ഈ പറയുന്നത് പോലെ നിഷ്കളങ്കത ഒരു ഭാഗമായിട്ടുണ്ട്. പക്ഷെ രാജാവെന്ന് വിളിക്കുന്ന അതായിരിക്കും നല്ലത്. അതെ, അപ്പൊ രാജാവേ രാജാവ് പക്ഷെ നന്നായിട്ട് പാടുന്നുമുണ്ട്. എന്ന് വെച്ചാൽ ഈ പാട്ടുകളൊക്കെ റൊമാൻറ്റിക് ആയിട്ട് ഒരു ഇതിനകത്തുള്ളൊരു വിഷാദ ഭാവമൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഒരു കാൽപ്പനികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വിഷാദം നമുക്ക് പലപ്പോഴും ഈ മെലഡീസിൽ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അത്തരത്തിലുള്ള സിംഗേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊരു വിഷാദ ഛായ എല്ലാ പാട്ടിലും വരുന്നുണ്ടെങ്കിൽ അല്ല നമ്മൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ടെക്നിക്ക് കൂടെ ശരിക്കും ആ ആക്സെപ്റ്റൻസിനുണ്ടോ? ശരി ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അത് ഈ വിഷാദം വിഷമം എന്ന് പറയുന്നതിന് എന്തോ എനിക്ക് തോന്നുന്നു സന്തോഷത്തേക്കാൾ കൂടുതലൊരു ആക്സെപ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആക്സെപ്റ്റൻസ് അല്ല, അത് പിന്നെയും പിന്നെയും ആളുകൾ അതിലിരിക്കാൻ കുറച്ച് ഇഷ്ടപ്പെടുന്നല്ല, ഇരുന്ന് പോകും വിഷമത്തില്. എനിക്ക് തോന്നുന്നത് അല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. സന്തോഷം എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിൽ സംഭവിച്ചു പോകുന്നു തോന്നുന്നു. പിന്നെയും പിന്നെ നമ്മളെ തേടി വരുന്നത് വിഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിഷമത്തിന് കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ആ സ്കോപ്പ് ആയിരിക്കും ഒരു പക്ഷേ ഈ വിരഹ ഗാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ മെലഡീസിലൊക്കെ ഒരു വിരഹം ചേർക്കുന്നത് അതുകൊണ്ടായിരിക്കും സംവിധായകർ. അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലും അതാണല്ലോ ക്യാച്ച് ചെയ്യപ്പെടുന്നത്. നമുക്ക് കൂടുതൽ അത് അറിയാന്നുള്ളവരടുത്ത് ചോദിക്കാം. ഇനി നിങ്ങൾ രണ്ടുപേരുടെയും കോമ്പോസ് ഏതെങ്കിലും ഉണ്ടോ? ഒരെണ്ണം ദമാദം മസ്ത് പാടിണ്ടായിരുന്നു. അത് പോരട്ടെ. ഹർദം പീരാ തേരെ ഖൈർ ഹോവേ ആ हरदम पीरा तेरे खैर होवे, नाम अली बेदा बार लगा झूले लालन, ओ नाम अली 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 नाम अली बेड़ा बार लगा झूले लालन, जिंदड़ी दा सेवन दा सही शाबाश कलंदर, दमादम मस्त कलंदर, अली दम दम दे अंदर, दमादम मस्त कलंदर, अली दा पहला नंबर, ओ लाल मेरी ओ लाल मेरी. പൊളി. അച്ഛൻ നന്ദയോട് കല്യാണമൊന്നും കഴിക്കണ്ട,
എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് ഫ്ലോറിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സംസാരിക്കുന്ന സമയത്ത് ചിത്ര ചേച്ചി ഇടപെട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിക്കേണ്ടെന്നല്ല പറഞ്ഞത്, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടേക്കുന്ന ഒന്നാണ്. എക്സാക്ട് ശരിക്കും എന്താണ് അച്ഛൻ്റെ ഒരു നറേഷൻ എന്താണ് അതേ പറ്റിയിട്ടുള്ള? ഞാൻ ഫ്ലോറിലിരുന്ന് പറഞ്ഞ ആലോചിച്ചു. എനിക്കങ്ങനെ നല്ലൊരാളെ കാണുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ച് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞത് അങ്ങനെ കല്യാണം കഴിക്കണം നിർബന്ധമില്ല, വീട്ടില് അങ്ങനെ നിർബന്ധിക്കും ഇല്ല. അച്ഛൻ അങ്ങനെയാണ്, അച്ഛനും അമ്മയും അതെ, അവർക്ക് ആ ഒരു നിലപാടാണ്. ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളത്. അപ്പൊ ആസ് ഓഫ് നൗ ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല അച്ഛൻ ശരിക്കും എന്താ അതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത് എന്താണ് ആക്ച്വൽ? അച്ഛൻ ആക്ച്വലി നല്ല ആരെങ്കിലും കാണുകയാണെങ്കിൽ കല്യാണം കഴിച്ചോളൂ, ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. എനിക്ക് പൊതുവെ ഇങ്ങനെ എനിക്ക് ലൈഫ് എൻ്റെ മാക്സിമം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്താൽ നടക്കാൻ ചാൻസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്താണോ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മോഡലാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആസിഫ് നൗ അങ്ങനെയാണ്. ഇനിയിപ്പോ പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ. ആസിഫ് നൗ എന്തോ പറയാനുണ്ട്, പറഞ്ഞു. എക്സ്പീരിയൻസ് ഇല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കാണാത്തിടത്തോളം കാലം അങ്ങനെ തന്നെ പോകാനാണ് താല്പര്യം. പിന്നെ അച്ഛൻ അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല, ഇങ്ങനെ ഇത്രയും പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇഷ്ടത്തിന് എന്താണ് എന്റെ തീരുമാനം അതില് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അച്ഛനും അമ്മയും. അതൊന്നുകൂടി പറയാം അവസാനം. മറ്റേ അച്ഛൻ്റെ ഒരു സാധനം പറഞ്ഞു, പക്ഷെ ബേസ് ആയിട്ട് ഒരു സാധനം പറഞ്ഞു, എനിക്ക് കേട്ടില്ല. ഒന്നും അല്ല, അത് നല്ലായിരുന്നു. മനസ്സിലായില്ല. നീ ഇപ്പൊ എന്താ ഇടയിൽ ബേസ് ഇട്ട് പറഞ്ഞില്ലേ? അല്ല, അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഇഷ്ടമുള്ള എന്താ തീരുമാനം എടുത്താലും അതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടോട്ടൽ വിഷൻ എന്ന് പറയുന്നത്. അപ്പം അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത് ലവ് മാരേജ് ആയിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. ലവ് പ്ലസ് എന്ന് വെച്ചാൽ അറേഞ്ച്ഡ് ആയിരുന്നു ഇൻ എ വേ. ആദ്യം ഇങ്ങനെ ആലോചന വന്നു, അമ്മയുടെ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. പിന്നെ രണ്ടാമത് വീണ്ടും ആലോചന വന്നു. പിന്നെ താല്പര്യം ഉണ്ടായിരുന്നു. ആ കഥ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, ഒരു സദ്യക്ക് പോയപ്പോ അമ്മ ആദ്യം പോയിരുന്നു, അതുകൊണ്ട് ആദ്യം പോയിരുന്നതുകൊണ്ടാണ്. എന്റെ മാമന്മാര് അമ്മേനെ കളിയാക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞിലായിരുന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കഥ. എനിക്ക് ആക്ച്വലി ഇപ്പോഴും ആ വേർഷനാണ് എന്റെ തലയില്. പക്ഷെ അത് ആക്ച്വലി ഇങ്ങനെ പോയപ്പോ കണ്ടു. അപ്പോ അല്ലാതെ ആദ്യം വന്നിരുന്ന് അപ്പൊ അതിന്റെ ഒരു മിടുക്ക് കണ്ട് അങ്ങനെയൊന്നും അല്ല. അതെനിക്ക് ഉറപ്പില്ല. കാരണം എന്റെ അമ്മയുടെ കസിൻസ് ആണ്, എന്റെ മാമന്മാരാണ് ഈ വേർഷൻ എന്റെ അടുത്ത് പറഞ്ഞത്. അമ്മേനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാനത് അങ്ങനെ സ്റ്റേജിൽ പോയി പറഞ്ഞു, അമ്മ നീ ഇതെന്താ പോയി പറഞ്ഞേ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. അങ്ങനെ എന്തോ അല്ലായിരുന്നു. പക്ഷെ ഇതുപോലൊരു കല്യാണത്തിന് വെച്ചിട്ടാണ് അവര് മീറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടു. അപ്പൊ അച്ഛൻ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്. അമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വന്നു. ആദ്യം സമ്മതിച്ചില്ല, പിന്നെ രണ്ടാമത് വീണ്ടും വന്നു. അപ്പൊ അച്ഛന് അമ്മയല്ലാണ്ട് വേറെ ആരെയും അങ്ങനെ ഇഷ്ടപ്പെടുന്നുമില്ല. അമ്മയുടെ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് അങ്ങ് സെറ്റായി. പിന്നെ വീണ്ടും പ്രപ്പോസലായിട്ട് വന്നു. പിന്നെ വീട്ടുകാർ ആലോചിച്ചു, അമ്മയുടെ വീട്ടുകാർ അത് എന്തിനാന്ന് ക്യാൻസൽ ചെയ്തതെന്ന് ആലോചിച്ചു. പിന്നെ അച്ഛനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അത് സെറ്റായി. അച്ഛനെ ഉറപ്പിച്ചേക്കായിരുന്നു അമ്മേനല്ലാണ്ട് വേറെ ആരും കഴിക്കില്ല. അങ്ങനൊരു കഥയുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ഫുൾ വേർഷൻ അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടിട്ടേ ഉള്ളൂ, അറിയില്ല. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് അവതരിപ്പിക്കണം കേട്ടോ അടുത്ത പ്രാവശ്യം. അങ്ങനെ ശരിക്കും ഈ വർക്ക്ഷോപ്പ് പണിയും പാട്ടിൻ്റെ ഇടയ്ക്ക് വർക്ക്ഷോപ്പ് പണിയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ലൈഫ് പോകുമ്പോൾ ഈ പാട്ടിനെ കൂടെ ഇങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇതിലേക്ക് വിളിച്ചപ്പോൾ വന്നു, അതെന്താണ് അത് കറക്റ്റ് എന്ന് പറയൂ? പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് വർക്ക്ഷോപ്പിൽ പോകുന്നു, അവിടുത്തെ പണികളെടുക്കുന്നു, പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നു, പ്രോഗ്രാം ഉള്ളപ്പോൾ വൈകിട്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് ഗാനമേള. ഇതന്നെയായിരുന്നു സ്ഥിരം റുട്ടീൻ. ആ സമയത്ത് റിയാലിറ്റി ഷോ ഒക്കെ മടുത്തിരിക്കുക. ഓഡിഷന് പോവും, ഞാൻ മുമ്പും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറേ പേരോട്. ഓഡിഷന് പോവും, 3 റൗണ്ട് കഴിഞ്ഞ് 4ാമത്തെ റൗണ്ടിൽ ഞാൻ ഔട്ടാവും. ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ മടുത്തു. എല്ലാവർക്കും വരുന്നൊരു കാര്യം. അതായത് 6-7 വർഷത്തോളം ഇതന്നെ നടന്നുകൊണ്ടിരുന്നാൽ ആർക്കായാലും മടുക്കും. റിയാലിറ്റി ഷോ ഓഡിഷനൊക്കെ നിർത്തി.
പിന്നെ വീട്ടുകാരുടെ താല്പര്യത്തിനും എൻ്റെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ തള്ളി 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 വിട്ടിട്ട് ആണ് സ്റ്റാർ സിംഗറിൻ്റെ ഓഡിഷൻ ഞാൻ വന്നത് തന്നെ. അതും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല, എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല പാടാൻ. ഞാൻ ആ സമയത്തൊക്കെ റിയാലിറ്റി ഷോ ഒക്കെ വെറുത്തിരിക്കുകയായിരുന്നു. ഫസ്റ്റ് റൗണ്ട് കിട്ടി, ഓക്കെ നോക്കാം. സെക്കൻഡ് റൗണ്ട് കിട്ടി, തേർഡ് റൗണ്ടും കിട്ടി. ഫോർത്ത് റൗണ്ടിലായിരുന്നോ മറ്റേ ഷൂട്ട് ഓഡിഷൻ ഉണ്ടായിരുന്നത്? ഫോർത്ത് റൗണ്ടിൽ ഷൂട്ട് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു സെലക്ട് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കളി കാര്യമായി, കുറച്ചും കൂടി വൃത്തിക്കൊക്കെ പാടായിരുന്നു കുറച്ച് മുമ്പ് എന്നൊക്കെ ആ സമയത്ത് തോന്നിയിരുന്നു. പിന്നെ ഗ്രാൻഡ് ഓഡിഷന് വന്നപ്പോൾ അത്യാവശ്യം ബോധം വന്നു. അതിനുശേഷം പിന്നെ കുറച്ച് പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ അതുവരെ ഞാൻ എനിക്കറിയാവുന്ന രീതിക്ക് അങ്ങ് പാടിയിട്ട് വീട്ടുകാരെ കണ്ണ് പൊടിയിടാന്നുള്ള ഉദ്ദേശം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഗ്രാൻഡ് ഓഡിഷന് വന്നപ്പോൾ ഞാൻ പാട്ടൊക്കെ മര്യാദയ്ക്ക് പഠിച്ച് വൃത്തിക്ക് വന്ന് പാടി. അത് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് അത്രയും ഓഡിഷൻസ് ഞാൻ, അതായത് ഈ ഒരു ലെവൽ വരെ, ഫോർത്ത് ലെവൽ വരെ ഞാൻ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ ഗ്രാൻഡ് ഓഡിഷൻ കിട്ടിയപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ചൂട് വന്നു. പിന്നെ പാട്ടൊക്കെ പഠിച്ച് പാടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഒരു ഈ മടുത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇതുവരെ എത്താൻ സാധിച്ച തന്നെ ഭാഗ്യം. ഞാൻ ഇവരോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണ്, അതിൽ തന്നെ ഫൈനലിൽ എത്താൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം. അത് അടിപൊളി. എനിക്ക് തോന്നുന്നു ശ്രീരാഗിന് ബൽറാം പാടിയ ചന്ദനച്ചോലയിലാണോ ഏറ്റവും ഇഷ്ടമുള്ളത്? ഏതാണ് കൂടുതൽ ഇഷ്ടമുള്ള പാട്ട്? ചന്ദനച്ചോലയിൽ ഇഷ്ടമാണ്. അപ്പോൾ ചന്ദനച്ചോലയിൽ രണ്ടുപേരും പാടാം. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടി ഇളമാൻ കിടാവേ ഉറക്കമായോ, വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. അടിപൊളി. ഈ ശ്രീരാഗിൻ്റെ പാട്ടാണ്. ഫൈനലിന് തൊട്ട് മുമ്പ് 2 പാട്ട് പാടിയത് ഉത്തരാ സ്വയംവരം പാടി, പിന്നെ സാമ്യമകന്ന ഒരു ഉദ്യാനമേ, കൽപ്പകോദ്യാനമേ, അതാണ് പാടി. ഒരുപക്ഷെ ഈ സ്റ്റാർ സിംഗറിൻ്റെ ഓഡിയൻസിലെ, ഇല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ റിയാലിറ്റി ഷോയുടെ ഓഡിയൻസിലെ ഭൂരിഭാഗം പേർക്കും ആ കാലമൊക്കെ ഭയങ്കരമായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇവർ നിരന്തരമായിട്ട് ഈ ഷോ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിന് കാലം റീകളക്ട് ചെയ്യാൻ പറ്റിയ പാട്ടാണ്. സാമ്യമകന്നോരുദ്യാനമേ, കൽപ്പകോദ്യാനമേ, നിന്റെ കഥകളെ മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടു ദേവി, സാമ്യമകന്നോരുദ്യാനമേ. അടിപൊളി.